ഇവരെയൊക്കെ നേരെ നിർത്താൻ സുപ്രീം കോടതിക്ക് പറ്റൂ. കോടതിക്ക് അതിന് കഴിയുമെന്ന് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് പൊന്മുടിയെ വീണ്ടും മന്ത്രിയാക്കിയത് തമിഴ്നാട്ടിൽ. കോടതി കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ രാജഭരണമായിരുന്നേനെ. സുപ്രീം കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് DMK നേതാവ് കെ പൊന്മുടി വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. അഴിമതി കേസിൽ 3 വർഷം തടവ് ശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടും പൊന്മുടിയെ മന്ത്രിയാക്കില്ലെന്ന് ഗവർണർ RN രവി തീരുമാനമെടുത്തു. ഈ നടപടി അതിരൂക്ഷമായാണ് സുപ്രീം കോടതി വിമർശിച്ചത്. മന്ത്രിയാക്കാൻ 24 മണിക്കൂർ സമയവും കോടതി നൽകി. ഇതോടെയാണ് പൊന്മുടിയെ ഗവർണർ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചത്. ഈ വിവരം ഗവർണർ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു. കോടതിയെ അവഗണിച്ചില്ലെന്നും ഗവർണർ വ്യക്തമാക്കി. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് പൊന്മുടിക്ക് അനുവദിച്ചത്. മുഖ്യമന്ത്രി സ്റ്റാലിനൊപ്പം ഒരേ കാറിലാണ് പൊന്മുടി സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. മന്ത്രി ഉദയനിധി സ്റ്റാലിനും ചടങ്ങിൽ പങ്കെടുത്തു. സ്വത്ത് തട്ടിയ കേസിൽ പൊന്മുടിക്കും ഭാര്യ വിശാലാക്ഷിക്കും 3 വർഷ തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഇതിനു പിന്നാലെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കപ്പെട്ട പൊന്മുടിക്ക് മന്ത്രിസ്ഥാനവും നഷ്ടമായി. പക്ഷേ ശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഇതേ തുടർന്നാണ് പൊന്മുടിക്ക് MLA സ്ഥാനം തിരിച്ചു കിട്ടിയത്. പൊന്മുടിയെ വീണ്ടും മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്റ്റാലിൻ ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ ഗവർണർ കൂട്ടാക്കിയില്ല. ഇതിനെതിരെ തമിഴ്നാട് സർക്കാർ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി അന്ത്യശാസനം കൊടുത്തതുകൊണ്ടും സ്ട്രോങ്ങായി കട്ടയ്ക്ക് നിന്നതുകൊണ്ടും ഗവർണർ രവിയുടെ മാത്രമല്ല BJPയുടെയും പുട്ടുപണി നടന്നില്ല. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിക്കൊള്ളണം BJP വിരുദ്ധ കക്ഷികൾക്ക് ഏക ആശ്രയം കോടതികൾ മാത്രമാണെന്ന്. കോടതികൾ കൂടി ഇല്ലായിരുന്നുവെങ്കിലുള്ള സ്ഥിതിയൊന്ന് ആലോചിച്ച് നോക്കിയേ. സംഘികൾ ഈ നാട് കുട്ടിച്ചോറാക്കിയേനെ.